ഒടിഞ്ഞു തൂങ്ങിയ ശരീരം ആർക്കാണ് ഇഷ്ടപ്പെടാറുള്ളത്? ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി പറയാൻ പോകുന്ന കാര്യം ശരീരത്തിന് നല്ല വണ്ണം വെക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി ചെയ്ത് കഴിച്ച് നിങ്ങളുടെ ശരീരത്തിന് നല്ല വണ്ണം വെക്കാൻ പറ്റുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത്. ആ ഒരു വീഡിയോയിലേക്ക് നമുക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ. ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകുന്നതായിരിക്കും. എൻ്റെ ലൈഫ് എക്സ്പീരിയൻസും കൊണ്ടാണ് ഞാൻ ഈ കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് തന്നെ, അല്ലാതെയുള്ള ഫേക്ക് ഒന്നുമല്ല. കാരണം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോസ് കാണിക്കാം, അപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ആ ഫോട്ടോസ് നിങ്ങൾ കണ്ടു നോക്കൂ. കണ്ടല്ലോ, ഓൾറെഡി ഞാൻ നല്ലോണം മെലിഞ്ഞിരുന്ന ഒരു വ്യക്തി, അതായത് 55, 56 ആ ഒരു വെയ്റ്റിലാണ് ഞാൻ പോയിരുന്നത്. ഇപ്പോൾ എൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 65, 68 ഒരു വെയ്റ്റിലേക്ക് എനിക്ക് പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു വെയ്റ്റ് കൂടുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ, അതായത് വെയ്റ്റ് ഇൻക്രീസ് ആവുന്നതിന് വേണ്ടി ഞാൻ ചെയ്ത കാര്യങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും മെഡിസിൻ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. പക്ഷേ എല്ലാം നാച്ചുറലായിട്ട്, അതായത് നോർത്ത് ഇന്ത്യൻ പഞ്ചാബി സ്ത്രീകൾക്ക് പുരുഷന്മാരും കഴിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് തന്നെ എൻ്റെ വെയ്റ്റ് ഇൻക്രീസ് ആവുന്നതിന് വളരെ സിമ്പിളായിരുന്നു എനിക്ക് പറ്റിയത്. വെറും 3 മന്ത് കൊണ്ട് തന്നെ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ വ്യത്യാസം കണ്ടെത്താനായിട്ട് സാധിച്ചു. കവിളുകൾ വെക്കാനായിട്ട്, നിറം വെക്കാനൊക്കെ ആയിട്ട് എനിക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വളരെയധികം ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. അല്ലാതെ നിങ്ങൾ മെഡിസിൻസ് എടുത്തിട്ട് വണ്ണം കൂട്ടുകയാണെങ്കിൽ അത് ഒരിക്കലും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുകയില്ല. ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ ചെയ്തു നോക്കൂ. നിങ്ങൾക്ക് 2 വീക്ക് കൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ചേഞ്ചിങ് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. അത് ഉറപ്പാണ്, 100% ഷുവറായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. മനസ്സിൽ തട്ടി പറയുകയാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉപേക്ഷിച്ചിട്ട് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടൊന്ന് ചെയ്തു നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് നല്ലൊരു വ്യത്യാസം കണ്ടെത്താനായിട്ട് പറ്റും. നമുക്ക് ആ കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് കേട്ട് നോക്കാം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പല്ല് തേച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ, ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള വെള്ളത്തിലേക്ക് സ്പൂൺ ചെറുതേൻ, അതായത് വൻതേനാണെങ്കിലും ചെറുതേനാണെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം, അത് ഉപയോഗിക്കുക. അത് ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് കലക്കിയിട്ട് നിങ്ങൾ കുടിക്കുക. ഇതിനകത്ത് ലെമൺ ആഡല്ല. അതിനുശേഷം നിങ്ങൾക്ക് കടിഞ്ചായ ആണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം. അതായത് നിങ്ങളിപ്പം രാവിലെ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം ചായ കുടിക്കുന്നവർക്ക് ചിലവർക്ക് പതിവുണ്ട്. ചിലവർ കട്ടൻ കടിഞ്ചായ സുലൈമാനി എന്നൊക്കെ പറയുന്ന അങ്ങനെയുള്ള പരിപാടി ഉണ്ടല്ലോ, അത് നിങ്ങൾ ഉപേക്ഷിക്കുക. അതിന് പകരം നിങ്ങൾ പാലിനകത്ത് ഉൽപ്പന്നങ്ങളായിട്ടുള്ള ചായകൾ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിലേക്ക് വരുമ്പോൾ, ബ്രേക്ക്ഫാസ്റ്റ് ഒരു 8 മണിയാകുമ്പോൾ നിങ്ങൾ മാക്സിമം കഴിക്കാനായിട്ട് നോക്കുക. സമയം, അതായത് കൃത്യനിഷ്ഠത ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾക്കും അതൊരു പ്രയോജനം ചെയ്യുകയുള്ളൂ. അതിൻ്റെ കൂടെ നിങ്ങൾ എന്താണോ കഴിക്കാൻ ആഗ്രഹിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിന്, റൊട്ടി ആണെങ്കിൽ റൊട്ടി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ദോശയാണെങ്കിൽ ദോശ, പിന്നെ കൂടാതെ അപ്പമാണെങ്കിൽ അപ്പം. പിന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമുക്ക് ഇഡ്ഡലി മാവിനകത്തും ദോശ മാവിനകത്തും ഒക്കെയാണ്. അതുകൊണ്ട് നിങ്ങൾ കൂടുതലും ദോശയും ഇഡ്ഡലിയൊക്കെ കഴിക്കുവാണെങ്കിൽ ജസ്റ്റ് നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് ഇൻക്രീസ് ആവാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യും ആ ഒരു സംഭവത്തിലൂടെ. അങ്ങനെ അത് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റിലൂടെ. നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം മാത്രം കുടിക്കാം. അതായത് നല്ല ചൂടുള്ള വെള്ളം കുടിക്കരുത്. അത് നമ്മുടെ ശരീരത്തിൻ്റെ കൊഴുപ്പിനെ ഒന്നുകൂടി അലിയിപ്പിച്ച് കളഞ്ഞിട്ട് ഉള്ളതുകൂടെ വണ്ണം ഇല്ലായ്മയായിപ്പോവും. അതുകൊണ്ട് നിങ്ങൾ നല്ല ഹീറ്റുള്ള വാട്ടർ കുടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലായല്ലോ. അത് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു 10 മണി 11 മണി ആകുമ്പോഴത്തേക്ക് നിങ്ങൾ എന്തോ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നെങ്കിൽ ബദാം വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കുക, 4 5 ബദാം. അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ്, അത് കഴിക്കാം. പിന്നെ അല്ലെങ്കിൽ നമ്മൾക്ക് ഡ്രൈ ഫ്രൂട്ട്സിൽ പെടുന്ന ഈത്തപ്പഴം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാനായിട്ട് നോക്കുക. ഈത്തപ്പഴം കഴിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിന് വെയിറ്റ് വെക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്യുന്ന സംഭവം കൂടിയാണ്. അത് മനസ്സിലായല്ലോ. ഉച്ചയ്ക്കത്തെ 11 മണിക്കത്തെ സംഭവം കഴിഞ്ഞു. ലഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് 1 മണിക്ക് മുന്നേ, 1 മണി 12 മണിക്ക് മുന്നേ ആയിട്ട് കഴിക്കാനായിട്ട് നോക്കുക. അത് കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് വിശപ്പ് വരത്തില്ല. വൈകിട്ട് 4 മണിക്ക് എന്തെങ്കിലും ഒന്ന് കഴിക്കണമെന്ന് ഉദ്ദേശിച്ചാൽ പോലും നമ്മുടെ ശരീരം വയറ്റിലോട്ട് കയറി പോകില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു മണി 12 മണിക്കിടയ്ക്കായിട്ട് ലഞ്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക.
ലഞ്ച് കഴിക്കുമ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ 2 സ്പൂൺ 3 സ്പൂൺ വരെ ചോറിട്ട് കഴിച്ചിട്ട് ഇറച്ചിയോ മീനോ എന്താണോ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അത് കഴിക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സംഭവം കൂടി ഞാൻ എക്സ്ട്രാ പറഞ്ഞു തരുന്ന ഒരു സാധനമാണ് ദഹി വട എന്നാണ് പറയുന്നത്. അതായത് നോർത്ത് ഇന്ത്യൻകാർ കഴിക്കുന്ന ഒരു സംഭവമായിരിക്കും. നിങ്ങൾ നെറ്റിൽ സെർച്ച് നോക്കിയാലും കാണാൻ പറ്റും ദഹി വട. ദഹി വട ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളാണ്. നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കാറില്ലയോ, അതാണ്. അതായത് ജസ്റ്റ് ഒരു ബോള് പോലെ ഉണ്ടാക്കിയിട്ട് തൈരിനകത്ത് ഇട്ടിട്ട് അത് കഴിച്ചാൽ മാത്രം മതി. അത് വളരെയധികം ഹെൽപ്ഫുൾ, അതായത് വളരെയധികം നിങ്ങൾക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിനായിട്ട്. പിന്നെ അടുത്തതായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഒരു വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോൾ നിങ്ങൾക്ക് ചായ കുടിക്കാൻ ഇഷ്ടമല്ലാത്തവരാണെങ്കിൽ ലസ്സി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. ഈ പറഞ്ഞ കാര്യം കുഞ്ഞുങ്ങൾക്കും കൊടുക്കാവുന്നതാണ്. ലസ്സി എന്ന് പറയുന്നത് എല്ലാവർക്കും നോർത്ത് ഇന്ത്യയിൽ പോയിട്ടുള്ളവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലും എല്ലാം സുഫലമായിട്ടുള്ള സംഭവമാണ് ലസ്സി എന്ന് പറയുന്നത് കാപ്പിനകത്താണ് ഈ ലസ്സി തയ്യാറാക്കുന്നത്. ലസ്സി കുടിക്കുന്നത് കൊണ്ട് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിനായിട്ട് വളരെയധികം സഹായിക്കുന്നതാണ്. നിങ്ങൾ കുട്ടികളെയും പഞ്ചാബി ആൺകുട്ടികളെ കാണുമ്പോൾ അറിയാമായിരിക്കും, നല്ല കരുത്താണ്, അതായത് ആരോഗ്യം വളരെയധികം കൂടിയ വ്യക്തികളാണ് അവർ. അതുകൊണ്ട് തന്നെ ഇവർ കഴിക്കുന്നതെന്ന് വെച്ചാൽ അതായത് 4 മാസം തൊട്ട് കുഞ്ഞുങ്ങളുടെ നാക്കി വരെ തൊട്ട് കൊടുക്കുന്നതാണ് ഈ ലസ്സി എന്ന് പറയുന്ന സംഭവം. ലസ്സി പ്രിപ്പറേഷൻ ചെയ്യുന്നത് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പക്ഷേ എന്നാലും ഞാൻ ആ ഡ്രിങ്ക് ഒന്ന് പരിചയപ്പെടുത്തരാം. അതായത് നമ്മുടെ മെയിൻ ഡ്രിങ്ക് എന്ന് പറയുന്നത് ലസ്സിയാണ്. വെയിറ്റ് ഇൻക്രീസിന് ഏറ്റവും കൂടുതൽ എല്ലാവർക്കും മടിപ്പില്ലാതെ കഴിക്കാൻ പറ്റുന്ന സംഭവം ലസ്സി തന്നെയാണ്. അതെങ്ങനെയാണ് പ്രിപ്പറേഷൻ ചെയ്യുന്നത് പറയാം. ഒരു വലിയൊരു ഗ്ലാസ്, ഞാനിവിടെ പിക്ചർ കൊടുക്കാം, നിങ്ങൾക്ക് ലസ്സിയുടെ പിക്ചർ ഞാൻ കാണിച്ചുതരാം. അത് വലിയ ഗ്ലാസ് തൈര് എടുക്കുക. ആ തൈര് നമ്മുടെ ഒരു ചെറിയൊരു മിക്സിയുടെ ബൗളിലേക്ക്, അതായത് വലിയ മിക്സി ആണെങ്കിൽ മിക്സിയുടെ ബൗളിലേക്ക് ഒഴിച്ചിട്ട് അതിലേക്ക് 2-3 സ്പൂൺ പഞ്ചസാരയും കൂടി ഇടുക. എന്നിട്ട് അത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ അടിച്ച് അത് പത വരുന്ന രീതിയിലാക്കിയിട്ട് വളരെയധികം നമുക്ക് സഹായിക്കുന്ന ഒരു സംഭവമാണ് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിനായിട്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ സംഭവം തയ്യാറാക്കി കുടിക്കാം. പിന്നെ നിങ്ങൾക്ക് അത് കഴിക്കാൻ മടിപ്പ്, അതായത് തൈര് പഞ്ചാരയും ചേർത്ത് കഴിക്കാൻ മടിപ്പുള്ളവർക്ക് ഒരു കിടിലൻ ഐറ്റം സംഭവമാണ് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളത് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, തൈരിനകത്ത് നമുക്ക് മാംഗോ ലസ്സി എന്ന് പറയത്തില്ല, അത് ഞാൻ പിക്ചർ ഇവിടെ കൊടുക്കാം. അത് പലർക്കും ഡൗട്ട് വരും, അതുകൊണ്ടാണ് ഞാൻ പിക്ചർ ഇവിടെ കാണിക്കുന്നത്. മാംഗോ ലസ്സി എന്ന് പറയുന്നത് അതേപോലെ തന്നെ തൈര് എടുത്തിട്ട് അതിലേക്ക് മാങ്ങ, ഒരു പഴുത്ത മീഡിയം പഴുപ്പുള്ള മാങ്ങ എടുത്തിട്ട്, നമുക്ക് ആവശ്യത്തിന് തോനെ മാങ്ങ വേണമെങ്കിൽ അങ്ങനെ ഇടാം. അതെടുത്തിട്ട് അതിലേക്ക് നമ്മൾ ഈ തൈരും പഞ്ചാരയും ഇട്ടിട്ട് അടിച്ച് കുടിക്കുന്നതും വളരെയധികം നല്ലതാണ്. മാംഗോ ലസ്സി ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുടിക്കാവുന്നതാണ്. ഇത്രയെല്ലാം കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു. നിങ്ങൾക്കിപ്പം വൈകുന്നേരം ചായക്ക് പകരമായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതിൻ്റെ കൂടെ ചായയുടെ കൂടെ എന്തെങ്കിലും കടികൾ, അതായത് നമുക്ക് പലഹാരങ്ങൾ, എണ്ണയിൽ അമിതമായിട്ടുള്ള ഫാറ്റ് കൂടുതലുള്ള എണ്ണ പലഹാരങ്ങൾ കഴിക്കണമെന്നല്ല പറയുന്നത്. അത് നിങ്ങൾ സ്കിന്നിനും വലിയൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകുന്നുണ്ട്. നോർമൽ രീതിയിലുള്ള എന്തെങ്കിലും കഴിക്കാനായിട്ട് നോക്കുക. അതുമൂലം നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ആവാനായിട്ട് സാധിക്കും. ഇപ്പം ഇതിന് ശേഷം, അതായത് ഒരു 7-8 മണിക്കുള്ളിൽ ചോറ് കഴിക്കാനായിട്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കുക. അതിന് ശേഷം ഒരു 8-9 മണിയാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറയുന്നത്, ഒരു ഗ്ലാസ് പാലെടുക്കുക. പാലെടുത്തിട്ട് നമുക്കൊരു ഏത്തയ്ക്ക എന്ന് വെച്ചാൽ ചെറിയ ഏത്തയ്ക്ക ആണെങ്കിൽ നല്ലത്, വലിയ ഏത്തയ്ക്ക ആണെങ്കിൽ അതിൻ്റെ ഹാഫായിട്ട് എടുത്തിട്ട് അതിൻ്റെ അകത്ത വശത്തെ ആ കറുത്ത സാധനം എടുത്ത് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ മിക്സിയിലിട്ടിട്ട് നല്ല രീതിയിൽ പേസ്റ്റ് ആക്കി എടുക്കുക. അതിനകത്തേക്ക് നമുക്ക് ഒരു 2-3 ഈത്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കാം. ഈത്തപ്പഴം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇത് പേസ്റ്റ് ആക്കി എടുക്കാം. പിന്നെ ഇതിനകത്തോട്ട് വേണമെങ്കിൽ നിങ്ങൾക്കൊരു കുറച്ച് പഞ്ചസാര അല്ലെങ്കിൽ ഹണി ചേർത്ത് കൊടുക്കാം. അതൊരുക്കുക. അത് കുടിച്ചതിന് ശേഷം നിങ്ങൾ എപ്പോഴാണോ കിടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിടന്നുറങ്ങാം. അത് വളരെയധികം നിങ്ങൾക്ക് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിന് സഹായിക്കുന്ന ഒരു സംഭവമാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അത് ഇൻക്രീസ് ആവുന്നതിന് പറ്റുന്ന ഫ്രൂട്ട്സ്, അതായത് ഫ്രൂട്ട്സ് കാണുന്നതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ റോബസ്റ്റ പഴം നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിന് സാധിക്കുന്നതാണ്. അതെനിക്ക് ഡോക്ടറാണ് എന്നോട് ഈ കാര്യം പറഞ്ഞത് തന്നെ, അതുകൊണ്ടാണ് എനിക്ക് ഈ കാര്യം നല്ലോണം അറിയാവുന്നത്. പിന്നെ നമുക്ക് കട്ട തൈര് വെയിറ്റ് കൂടുന്നതിനായിട്ട് സാധിക്കും. പിന്നെ ഉഴുന്നടങ്ങിയ പദാർത്ഥങ്ങൾ നിങ്ങൾ കഴിക്കാനായിട്ട് മസ്റ്റായിട്ട് നോക്കുക. ഉഴുന്ന് വെയിറ്റ് ഇൻക്രീസ് ആവുന്നതിനും വളരെയധികം ഹെൽപ്പ് ആവുന്നുണ്ട്. ഫ്രൂട്ടിൽപ്പെടുന്നതാണ് മുട്ടപ്പഴം. ഇപ്പോൾ ഒന്നും അത്ര കേൾക്കാനില്ല. മുട്ടപ്പഴം വളരെയധികം നല്ലതാണ്. കാരണം എഗ്ഗിൻ്റെ സെയിം ഗുണം തന്നെയാണ് മുട്ടപ്പഴത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്നത്. ഇത്രയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി നിങ്ങൾ മറക്കരുത്. ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യാതിരിക്കരുത്.
പിന്നെ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങൾ, അതായത് നിങ്ങൾ ഈ എഴുതുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ്, ഈ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കും. ഞാൻ ഉറപ്പായിട്ടും അതിൻ്റെ മറുപടി നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് ഫ്രണ്ട്സിനും ഗ്രൂപ്പിലേക്കും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. അവരും കൂടി ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കട്ടെ. പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.